വലിയ ഒരു ദിവസമാണ് വിധിദിനം. തങ്ങളുടെ ഭരണാധികാരികൾ ആരാകണം എന്ന് തീരുമാനിക്കേണ്ട ദിവസത്ത് എല്ലാ ആളുകളും എത്തി വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനെയും ദൃശ്യങ്ങളിൽ കാണാം. ആജ്ഞ രവീന്ദ്രൻ ഉള്ളത് കൊച്ചി കോർപ്പറേഷൻ മേഖലയിലാണ്. കടവന്ത്ര മേഖലയിൽ കടവന്ത്രയിൽ വലിയ പോരാട്ടം നടക്കുന്ന ഒരു കൊച്ചി കോർപ്പറേഷൻ ഡിവിഷനാണ്. അവിടെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ? വോട്ടർമാർ നഗര കേന്ദ്രീകൃതമായ മേഖലയാണല്ലോ. ഇപ്പോൾ ഗ്രാമീണ മേഖലകളിലൊക്കെ വോട്ടർമാരുടെ ഒരു വരവുണ്ട്. നഗരത്തിലും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചകൾ പലപ്പോഴും കാണാറുണ്ട്. തിരക്കുണ്ടോ? രഞ്ജിത്ത്, നമ്മൾ കടവന്ത്രയിലാണുള്ളത്. ഇവിടുത്തെ സെൻറ് ജോസഫ് സ്കൂളിലുള്ള പോളിംഗ് ബൂത്തിലാണ് നിലവിലുള്ളത്. ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ രാവിലെ തന്നെ വലിയ ക്യൂ ആണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിലകത്ത് ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ഇത് LDFിൻ്റെ സ്ഥാനാർത്ഥി ജോൺസൺ മാഷും UDFിന് ഡിക്സൺ എന്ന് പറയുന്ന ആളുമാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. ഇവിടെ കടുത്ത മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സിനിമാ താരം ഡയറക്ടർ കൂടിയുള്ള തിരക്കഥാകൃത്ത് കൂടിയായ രഞ്ജി പണിക്കർ അല്പസമയത്തിനകം വോട്ട് രേഖപ്പെടുത്താനെത്തും. രഞ്ജി പണിക്കരുടെ വോട്ട് ഇവിടെയാണ്. എന്തായാലും വലിയ ക്യൂ ആണ്. രാവിലെ തന്നെ അത്യാവശ്യം മോശമല്ലാത്ത ക്യൂ ആണ് നമുക്ക് വിസിബിൾ ആവുന്നത്. ഒരു സാഹചര്യം തന്നെയാണ്. കോർപ്പറേഷനെ ഇത്തവണ UDFിനെ സംബന്ധിച്ചിട്ട് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നുള്ള ടാസ്കുമുണ്ട്. അതുപോലെ തന്നെ LDFിനെ സംബന്ധിച്ചിട്ട് കോർപ്പറേഷൻ നിലനിർത്തുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം കൂടിയുണ്ട്. അതേസമയം വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്, സീറ്റുകൾ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് BJP. വോട്ടുകളുടെ എണ്ണം കൂട്ടണം, അതുപോലെ സീറ്റുകളുടെ എണ്ണം കൂട്ടണം, വോട്ട് ഷെയർ കൂട്ടണം. വാർഡ് വിഭജനം കൂടി വന്നതോടുകൂടി ആ ഒരു സാഹചര്യത്തിൽ ഏത് സമയത്താണ് ഡീലിമിറ്റേഷൻ്റെ സാഹചര്യത്തിൽ എങ്ങനെയാണ് വോട്ട് ഷെയറായി പോകുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എന്തായാലും എല്ലാവർക്കും ആശങ്കയുണ്ട് കോർപ്പറേഷനെ സംബന്ധിച്ചിട്ടുള്ള. പ്രത്യേകിച്ചും LDF തുടർഭരണം ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ LDFിനെ സംബന്ധിച്ചിട്ടും ഇത് വലിയ ടാസ്ക്കാണ്. കാരണം ഈ കോർപ്പറേഷൻ നിലനിർത്തുക, കോർപ്പറേഷൻ ഭരണം നിലനിർത്തുക എന്നൊരു വലിയ ടാസ്ക് കൂടി, ഉത്തരവാദിത്വം കൂടി LDFിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതേസമയം UDF അങ്ങനെയല്ല. UDFിന് തിരിച്ചു പിടിക്കണം, കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കണം. BJPയെ സംബന്ധിച്ചിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ വോട്ട് ഉറപ്പിക്കുന്ന ടാസ്കിലാണ് BJP ഉള്ളത്. രഞ്ജിത്ത്, ഏതായാലും എറണാകുളത്ത് രാവിലെ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കടവന്ത്രയിലെ ബൂത്തിലാണ് ആജ്ഞ രവീന്ദ്രനുള്ളത്. അവിടെ വോട്ടർമാരുടെ നീണ്ട ക്യൂ കാണാം. മറ്റൊരു വിൻഡോയിൽ കാണുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി നിൽക്കുന്നത് ജവഹർ നഗർ LP സ്കൂളിലാണ്. ജവഹർ നഗർ LP സ്കൂളിലെ ബൂത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉള്ളത്. ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തുകയാണ് പ്രമുഖരായ മുന്നണിയുടെ നേതാക്കൾ. നമുക്ക് ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാന്, ഈ ബൂത്തിലും ജവഹർ നഗറിലെ LP സ്കൂളിൽ ഈ ബൂത്തിലും വലിയ ക്യൂ ഉണ്ട്. നമുക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ കാണാം, S സുരേഷിനെ കാണാം, കോൺഗ്രസിൻ്റെ UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥി കൂടിയായ ശബരിനാഥനെയും ദൃശ്യങ്ങളിൽ കാണാം. വലിയ ആവേശത്തിലാണോ വോട്ടർമാർ? അപ്പോൾ തീർച്ചയായിട്ടും രാവിലെ മുതൽ തന്നെ വലിയ നീണ്ട ക്യൂ ആണ്. ജവഹർലാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ എല്ലാ പ്രധാനപ്പെട്ട പോളിംഗ് ബൂത്തുകളിലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ ഇവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ S സുരേഷിനോടൊപ്പമാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ക്യൂവിലുണ്ട്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി തിരികെ ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് VIPs വോട്ട് ചെയ്യുന്ന ഒരു ബൂത്ത് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന കാഴ്ചയാണ്. ഒരുപക്ഷെ ഈ നീണ്ട ക്യൂവിൽ അദ്ദേഹം അവിടെ എത്താൻ കുറച്ചധികം സമയം എടുത്തേക്കാം. കാരണം അത്രയധികം തിരക്കുണ്ട് രാവിലെ ഈ ബൂത്തിലേക്ക് വരുമ്പോൾ. KS ശബരിനാഥൻ എന്നോടൊപ്പം ചേരുന്നു. കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയാണ്. ഓക്കെ, അപ്പോൾ അകത്തു നിന്ന് മറ്റൊരു പ്രതികരണത്തിന് ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ പലരുണ്ട്, രാജഗോപാൽ അടക്കമുള്ളവരുണ്ട്. അവരൊക്കെ അല്പസമയത്തിനകം ഇവിടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. എന്തായാലും വലിയൊരു ക്യൂ ആണ്. രാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ ആണ് ഈ പ്രധാനപ്പെട്ട എല്ലാ പോളിംഗ് കേന്ദ്രങ്ങളിലും, വോട്ടിംഗ് കേന്ദ്രങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വോട്ട് രേഖപ്പെടുത്താനായി നിൽക്കുന്നു. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിലെ വോട്ടെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തെക്കൻ ജില്ലകൾ വിധിയെഴുതുകയാണ്. 7 ജില്ലകളിൽ പോളിംഗ് പുരോഗമിക്കുന്നു എന്ന് വേണം. രാവിലെ 7 മണി മുതൽ തന്നെ വലിയ ക്യൂ മിക്ക ബൂത്തുകളിലുമുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമ നഗര മേഖലകൾ വ്യത്യാസമില്ലാതെ
വലിയ ക്യൂ രാവിലെ മുതൽ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു പൊതു സ്വഭാവമാണിത്. വോട്ടർമാർ രാവിലെ മുതൽ തന്നെ എത്തും. കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2020 തെരഞ്ഞെടുപ്പിൻ്റെ കാലം കൂടി ഓർക്കണം. കോവിഡിൻ്റെ കാലമാണ്. ജനമൊക്കെ പുറത്തിറങ്ങാൻ പതിയെ പുറത്തിറങ്ങി വന്നിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അവിടെ പോളിംഗ് ശതമാനം എങ്കിലും എന്നിട്ടും പോളിംഗ് ശതമാനത്തിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു സമയമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളിൽ വ്യത്യാസം വന്നിരിക്കുന്നു. ജനം കൂടുതലായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ മുന്നണികൾക്കുണ്ട്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് രേഖപ്പെടുത്തുക. അല്പസമയത്തിനകം പോളിംഗ് ശതമാനമൊക്കെ എത്തും. ഏതാണ്ട് 1 മണിക്കൂർ, 8 മണിയാകുമ്പോഴേക്ക് ആദ്യത്തെ 1 മണിക്കൂറിലെ പോളിംഗ് ശതമാനത്തിൻ്റെ ഒരു കണക്ക് പ്രേക്ഷകർക്കായി എത്തിക്കാൻ സാധിക്കുമെന്ന് വേണം കരുതാൻ. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചകൾ കൂടി കാണാം. രാവിലെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിക്ക് പുറപ്പെടും മുമ്പ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വോട്ട് രേഖപ്പെടുത്താനായി ജവഹർ നഗറിലെ LP സ്കൂളിലുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വിവിധ തങ്ങളുടെ ബൂത്തുകളിൽ തങ്ങളുടെ സ്ഥലങ്ങളിൽ വോട്ടിംഗ് രേഖപ്പെടുത്താനായി ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ജനം ബൂത്തുകളിലേക്ക് ഒഴുകുന്നു. എന്താകും അവരുടെ മനസ്സിലുള്ളത്? 13-ാം തീയതി വരെ കാത്തിരിക്കണം. കേരളം പോളിംഗ് ബൂത്തിലാണ്. വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ. വലിയ പ്രചരണങ്ങൾക്ക് ശേഷം 1,32,83,789 വോട്ടർമാർ ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. വൈകിട്ട് 6 മണി വരെയാണ് 36,630 സ്ഥാനാർത്ഥികൾക്കായുള്ള വോട്ടെടുപ്പ്. കോർപ്പറേഷനിൽ വിജയതിലകമണിയുമെന്നാണ് സുരേഷ് ഗോപി MP കേന്ദ്രമന്ത്രി പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് വലിയ തിരിച്ചുവരവുണ്ടാകുമെന്ന് V.D. സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ കണ്ടു. നേരത്തെ പറഞ്ഞതുപോലെ വിവിധ വിഷയങ്ങൾ വിവിധ വിഷയങ്ങൾ ജനങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. ഇത്രയധികം വിഷയങ്ങൾ ഒരു പക്ഷേ കടന്നുപോയ ഇരുമുന്നണികൾക്കും തിരിച്ചടിയായും മുന്നണികൾക്കും ചർച്ചയായും ഒക്കെ വന്ന ഇത്രയധികം വിഷയങ്ങൾ കടന്നുപോയ ഒരു തെരഞ്ഞെടുപ്പ് കാലം ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായി കടന്നു വന്ന പല വിഷയങ്ങളും ജനത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതുകൂടി കാത്തിരുന്ന് കാണണം. ഇതിനിടയിൽ 1-2-3 വാർഡുകളിലൊക്കെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 480ഓളം പ്രശ്നബാധിത ബൂത്തുകൾ ഈ തെക്കൻ ജില്ലകളിലുണ്ട് എന്നുള്ള കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ 480ഓളം പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ വലിയ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഏർപ്പെടുത്തിയ പശ്ചാത്തലമുണ്ട്. കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിഴിഞ്ഞത്തും പാമ്പാക്കുടയിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കില്ല. ഇരു സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്നാണ് വോട്ടെടുപ്പുകൾ മാറ്റിവെച്ച ഒരു പശ്ചാത്തലം ഒരുങ്ങിയത്. വലിയ ആത്മവിശ്വാസത്തിൽ 3 മുന്നണികളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് എങ്കിൽ അത് LDFന് വലിയ ആത്മവിശ്വാസം നൽകും. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടുകൂടി സമീപിക്കാം, സംശയമില്ല. അതേസമയം UDF ആഗ്രഹിക്കുന്നത് ഒരു വലിയ തിരിച്ചുവരവാണ്, ഒരു വമ്പൻ തിരിച്ചുവരവാണ്. സ്ഥിതി മെച്ചപ്പെടുത്താൻ 25% വോട്ടിലേക്ക് എത്തുക, അത് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് എത്രത്തോളം സാധ്യമാകുമെന്നത് കഴിഞ്ഞ തവണ 12% നിന്ന് BJP NDA അത് ഇരട്ടിയാക്കണം. അതെങ്ങനെ സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞതുപോലെ വോട്ടിംഗ് പാറ്റേണിൽ